14 വർഷത്തെ ഇടതുബന്ധം അവസാനിപ്പിച്ച് PV അൻവർ ഇറങ്ങിയത് എൻ വഴി തനി വഴി എന്ന് പറഞ്ഞാണ്. നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തായിരുന്നു അൻവർ വരവറിയിച്ചത്. യോഗത്തിലെ ജനപങ്കാളിത്തം CPM-നെ ഞെട്ടിച്ചു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK എന്ന പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനവും അന്ന് അൻവർ നടത്തി ഒറ്റയ്ക്ക് വഴിവെട്ടാൻ തുടങ്ങി. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചുപോകാനുള്ളൊരു വഴിയും വെട്ടി. പക്ഷെ വെട്ടിയ വഴിയെ കോൺഗ്രസുകാരൊന്നും എത്തി നോക്കിയതേയില്ല. അപ്പോഴേക്കും ഏതെങ്കിലും പ്രബലമായ രാഷ്ട്രീയ കക്ഷിക്കൊപ്പം നിൽക്കാതെ രക്ഷയില്ലെന്ന് അൻവറിന് വ്യക്തമായി അറിയാമായിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ DMK-യോടൊപ്പം ചേരാൻ DMK നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയത്. എന്നാൽ ആ വഴി വെട്ടുന്നതിന് മുന്നേ അടഞ്ഞു. അൻവറുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തമിഴ്നാട് DMK വ്യക്തമാക്കി. പിന്നീട് അൻവറിന് മുന്നിലുണ്ടായിരുന്ന ഏക വഴി UDF-നൊപ്പം ചേരുകയെന്നായിരുന്നു. അൻവറിനെ സ്വീകരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ തന്നെ UDF ക്യാമ്പുകളിൽ നിന്ന് എതിർപ്പുകളുണ്ടായി. കോൺഗ്രസ് തിരിഞ്ഞു നോക്കാൻ ലേലു അല്ലു ലേലു അല്ലു എന്ന് ഉറക്കെ വിളിച്ചു അൻവർ. DNA വിഷയത്തിൽ രാഹുൽ ഗാന്ധിയോട് മാപ്പപേക്ഷ, VD സതീശനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് വേറെ മാപ്പ്, അങ്ങനെ മാപ്പോട് മാപ്പ്. അൻവർ വിഷയത്തിൽ വെപ്രാളമൊന്നും വേണ്ടെന്നായിരുന്നു UDF നേതൃത്വം തീരുമാനിച്ചത്. അങ്ങനെ പെരുവഴിയിൽ നിന്ന അൻവറിന് വെസ്റ്റ് ബംഗാൾ വഴി ഇപ്പോൾ ഒരു വളഞ്ഞ വഴി കിട്ടിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശമുണ്ടാകുന്നത്. തൃണമൂൽ കേരള ഘടകത്തിന്റെ കോഓർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വിജയിച്ച അൻവർ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം എടുത്തതോടെ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വത്തിന് അയോഗ്യത നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. ഈ സാഹചര്യമാണ് രാജിയിലേക്ക് അൻവറിനെ നയിച്ചത്. രാജിക്കു പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം UDF-ന് മുന്നിൽ വെക്കുന്നതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് തുറന്നടിക്കുകയും ചെയ്ത അൻവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അല്ലെങ്കിലേ തിരഞ്ഞെടുപ്പ് മണക്കുമ്പോൾ തമ്മിലടിക്കുന്നവരാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. അങ്ങനെ സ്വയം വഴി വെട്ടിയും പലരുടെയും വഴി മുടക്കിയും കേരള രാഷ്ട്രീയത്തിൽ തൂങ്ങിയാടാൻ ഉറച്ചാണ് PV അൻവർ.